കോഴിക്കോട് മാവൂരിൽ മോഷണ പരമ്പര നടത്തി പിടിയിലായ അസം സ്വദേശി ജിഹാബൂർ റഹ്മാൻ ചില്ലറക്കാരനല്ല. 2022 കോഴിക്കോട് എത്തിയ ജിഹാബൂർ റഹ്മാൻ ആദ്യഘട്ടത്തിൽ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു. പിന്നെ 1 വർഷത്തിന് ശേഷം മോഷണത്തിലേക്ക് തിരിയുകയായിരുന്നു. ഹോട്ടൽ ജീവനക്കാരനായി കോഴിക്കോട്ടെത്തിയ ജിഹാബൂർ റഹ്മാൻ 1 വർഷത്തിന് ശേഷം മോഷണത്തിലേക്ക് തിരിഞ്ഞു. മോഷണം തൊഴിലാക്കി മാറ്റി. മാവൂർ പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യം വ്യക്തമായത്. 2023 മേലാറ്റൂരിൽ ആദ്യമായി മോഷണം നടത്തിയതിന് പോലീസിന്റെ പിടിയിലായി. പിന്നെ ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. അതിനുശേഷം സ്ഥിരമായി എവിടെയും താമസിക്കാതെ ഓരോ ഇടങ്ങളിൽ മാറി മാറി താമസിച്ച് മോഷണം പതിവാക്കി. എല്ലായിടത്തും ഒറ്റയ്ക്കാണ് മോഷണത്തിനിറങ്ങുന്നത്. മോഷ്ടിക്കേണ്ട സ്ഥലത്ത് അതിരാവിലെ എത്തി സ്ഥലം മുഴുവൻ നിരീക്ഷിക്കും. അർദ്ധരാത്രി കടകൾ പൂട്ടി ആളൊഴിയുന്ന നേരത്ത് കയ്യിലുള്ള ഇരുമ്പ് പാര ഉപയോഗിച്ച് പൂട്ട് തകർത്ത് അകത്തു കയറി മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ രീതി. മാവൂർ, ചാത്തമംഗലം, മുക്കം, മലപ്പുറം ഭാഗങ്ങളിലൊക്കെ അടുത്ത കാലത്തുണ്ടായ മോഷണങ്ങൾ ജിഹാബൂർ റഹ്മാൻ നടത്തിയതാണെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. സ്പെഷ്യൽ സ്ക്വാഡും മാവൂർ പോലീസും ചേർന്ന് മാവൂരിലെയും NIT, മുക്കം, അരീക്കോട് എന്നിവിടങ്ങളിലെയും നിരവധി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് 2 ദിവസം കൊണ്ട് പ്രതിയെ വലയിലാക്കാൻ സാധിച്ചത്. കുറച്ചുകൂടി വലിയൊരു തുക സമ്പാദിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ മോഷ്ടിച്ച കടകളിലൊക്കെ അയാൾ ഉദ്ദേശിച്ച രീതിയിലുള്ള തുക കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം നാട്ടിൽ പോകാതിരുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു നല്ല പുതിയൊരു ഇംപ്ലിമെൻ്റ് അയാൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു അപകടം എന്താ വെച്ചാൽ ഇയാൾ രാത്രി സമയത്ത് പോകുമ്പോൾ ഈ ഇംപ്ലിമെൻറ്റും കൊണ്ടാണ് പോണത്. ഒറ്റയ്ക്ക് ഒരാളെ എന്ത് ചെയ്യുകയാണെങ്കിൽ ആക്രമിക്കാൻ ഒരു സ്വഭാവമുള്ളൊരു ആളാണ്. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഇന്ന് അരീക്കോട് വാടക ക്വാർട്ടേഴ്സിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇവിടെ നിന്ന് മോഷണം നടത്തിയ പണവും മൊബൈൽ ഫോണുകളും മറ്റ് സാധന സാമഗ്രികളും കണ്ടെത്തിയിട്ടുണ്ട്. മോഷണം നടത്തിയ മാവൂരിലെ കടകളിലും പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചു. ഇയാൾ പിടിയിലായതോടെ ഏറെക്കാലമായി മാവൂരിലും ചാത്തമംഗലത്തും മറ്റ് പ്രദേശങ്ങളിലും നടന്ന നിരവധി മോഷണ കേസുകൾക്കാണ് തുമ്പായത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.